നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് 3 വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. പ്രധാനപ്പെട്ട 3 വിഷയങ്ങൾ. ഒന്ന് പാലക്കാട് തന്നെ തെരഞ്ഞെടുപ്പ് നമ്മൾ ഫലം വരാൻ പോകുന്നത്. 2 അദാനിക്ക് അറസ്റ്റ് വാറണ്ട് അമേരിക്കയിൽ. 3 ഒരു നടി സർക്കാർ അവരുടെ ജനകീയ പോരാട്ടത്തെ പിന്തുണയ്ക്കാത്തത് കൊണ്ട് കേസ് പിൻവലിക്കുക എന്ന് പറഞ്ഞു. സംഭവമാണത്. അവരെ അനേകം പേർ റേപ്പ് ചെയ്തു, പക്ഷേ പരാതിയില്ല എന്ന് പറയുന്നു. ഈ 3 കാര്യം. നമുക്ക് ആദ്യം പാലക്കാട് നമ്മൾ ഇന്നലെയും ചർച്ച ചെയ്തു. ഇപ്പൊ അവസാനം എന്താണ് ഒരു രാജ്മോഹൻ വിലയിരുത്തൽ? അവസാനം ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞത് പാലക്കാട് നഗരസഭയുടെ കാര്യം പ്രധാനമായിട്ടും പറഞ്ഞിരുന്നു. അവിടെ BJP അവിടെ പോളിംഗ് ശതമാനം കൂടിയെന്ന്, അത് BJPക്ക് അനുകൂലമാകുമെന്നൊക്കെയാണ് പറഞ്ഞത്. ഏതായാലും ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അക്കാര്യം നിശ്ചയിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 75% വരെ പോളിംഗ് പോയ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ശരിക്കും ഒറിജിനൽ കണക്ക് നോക്കുമ്പോൾ 68% പോൾ ചെയ്തിട്ടുള്ളൂ എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത്. പക്ഷെ പത്രങ്ങളെല്ലാം തിരിച്ചാ വന്നിരുന്നത് വാർത്തകൾ. അത് മനസ്സിലാവാത്തത്. പക്ഷേ സ്ഥാനാർത്ഥികളുടെ നിലയിൽ ഒരുപക്ഷെ രാഹുൽ കൃത്യമായിട്ട് കണക്കെടുത്ത് കാണുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതായത് ഈ പാലക്കാട് നഗരസഭയിൽ കൂടുതൽ പോളിംഗ് നടന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് BJPക്ക് കൂടുതൽ വോട്ട് എത്തിയത്. അങ്ങനെയല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ മാതിരി വലിയ കാര്യമായ മാറ്റമൊന്നും വരത്തില്ല. ഇനി മറ്റൊരു സാധ്യത കൂടി എന്നോടൊരാൾ പറഞ്ഞത്, ഒരു BJPക്കാരൻ തന്നെ എന്നോട് പറഞ്ഞത്, എല്ലാം ഒരു BJPയുടെ പാലക്കാട്ടെ നേതാവ് എന്നോട് പറഞ്ഞത്, ഈ സന്ദീപ് വാര്യർ ഫാക്ടർ മൂലം BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യം രൂപപ്പെട്ടു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അതാണല്ലോ സംഭവിച്ചത്. രൂപപ്പെട്ടു. BJPയുടെ പ്രസിഡന്റ് സുരേന്ദ്രൻ പെട്ടെന്ന് ഹീറോയായി. സുരേന്ദ്രനെ ചീത്ത വിളിച്ചിരുന്നവരൊക്കെ ക്രെഡിറ്റ് ഒറ്റയ്ക്ക് കിട്ടുമല്ലോ. സുരേന്ദ്രനെ ചീത്ത വിളിച്ചവരെന്നൊക്കെ സുരേന്ദ്രനാണ് ശരി എന്ന് പറഞ്ഞു. അതായത് സന്ദീപ് വാര്യർ അടക്കമുള്ളവരെ ഒതുക്കുന്നു എന്നുള്ളതായിരുന്നല്ലോ. എന്തുകൊണ്ട് ഒതുക്കിയെന്നുള്ളത് ഇതുകൊണ്ടാണ് ഞാൻ അവനെ ഒതുക്കിയത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് സുരേന്ദ്രൻ ഫാൻസിൻ്റെ ബേസ് കൂടി. അപ്പം എന്നോട് ഇന്നൊരു BJPക്കാരൻ പറഞ്ഞത്, ഈ സന്ദീപ് വാര്യർ അടക്കമുള്ളവരെ ഒതുക്കുന്നു എന്നൊരു എലമെൻറ്റ്, അതായത് സുരേന്ദ്രൻ വിരുദ്ധ എലമെൻറ്റ്, അതിനോടൊപ്പം തന്നെ അതിനേക്കാൾ ശക്തമായത് പാലക്കാട് സാധാരണ BJPക്കാരുടെ സർവൈവൽ എന്ന് പറയുന്നത് ഇതിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഏകീകരണം ഉണ്ടായപ്പോൾ, അതായത് ഈ സന്ദീപ് വാര്യർ വിഷയത്തിൽ സുരേന്ദ്രൻ വിരുദ്ധ വന്ന ആ സാഹചര്യത്തിൽ പാലക്കാട് ഈ കൃഷ്ണകുമാറിൻ്റെയും ഭാര്യയുടെയും പീഡനം സഹിക്കാൻ കഴിയാതെ അവരുടെ ആ ഒരു എന്താ പറയുക ഏകഛത്രാധിപതികരായുള്ള അവരുടെ ആ ഒരു വാഴ്ചയിൽ ഭയപ്പെട്ട് നിൽക്കുന്ന ആളുകളെ ആവേശത്തോടെ എതിരൂട്ടിയാൽ വന്നാണ് എന്നോട്. അതായത് എങ്ങാനും അയാൾ ജയിച്ചാൽ തീർന്നു, നമ്മുടെ ഭാവി കട്ടപ്പോ. ഇപ്പം സന്ദീപ് വാര്യർ BJP വിട്ടുപോയത് സുരേന്ദ്രന് നേതൃത്വം കൊടുക്കുന്ന BJPയിൽ അധികം ഭാവിയില്ലാതെ കരുതിയാണ്. സുരേന്ദ്രന് ഉടനെ അങ്ങ് മാറാനായിട്ട് അവർക്ക് പ്ലാനുമില്ലത്രേ. ഇനിയിപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ പോകുമെന്ന് പറയും. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത നേരത്തെ ലോക്സഭ പറഞ്ഞു. അത് സുരേന്ദ്രന്മാരിപ്പം ചിലർ പറയുന്നത് 6 വർഷത്തേക്കുള്ള ആർക്കും ഇരിക്കാൻ പറ്റുന്നത് കഴിഞ്ഞു. പക്ഷെ അതൊന്നും ബാധകമല്ല. സുരേന്ദ്രൻ വേറെ എന്തൊക്കെയോ തരത്തിലുള്ള സെറ്റപ്പ് ഉണ്ടാക്കി. മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അധിക വോട്ട് സുരേന്ദ്രനും ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുരേന്ദ്രനും ഈ കൃഷ്ണകുമാറും തമ്മിലൊരു ഫോർമുല രൂപപ്പെടുകയും ആ ഫോർമുല മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിലനിൽപ്പില്ലാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമെന്ന് ഇപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ഈ സന്ദീപ് വാര്യർ BJPയിൽ വന്ന ഉടൻ തന്നെ പുറത്തേക്ക് വന്ന ഒരു പ്രചരണം, ഇതൊരു തുടക്കം മാത്രമാണ്, ഇനി വേറെ കുറേ കൗൺസിലർമാർ വരും എന്നൊക്കെ പറഞ്ഞു. ഈ കൗൺസിലർമാർ വരാൻ ഏകദേശം ധാരണയായതാണ്. അതുകൊണ്ടാണ് KC വേണുഗോപാൽ എത്തിയത്. പക്ഷേ ഈ സന്ദീപ് വാര്യരുടെ പോക്കുണ്ടാക്കിയ ആ ഒരു വല്ലാത്ത BJP തരംഗമുണ്ടല്ലോ, ഇതോടെ കൗൺസിലർമാർ നിലപാട് മാറ്റുക ചെയ്തു. മാത്രം ഒരുപക്ഷെ RSS ശക്തമായി അവരെ മേൽ പിടിമുറുക്കി കാണണം. അപ്പം പക്ഷേ മാനസികമായി ഈ കൗൺസിലർമാരിൽ പലർക്കും പാലക്കാട് നമ്മുടെ ഇവരെല്ലാം കല്യാണത്തിന് പോരുന്ന നേതാവുണ്ടല്ലോ, ശിവരാമൻ, ഇദ്ദേഹം അടക്കം ഈ എല്ലാവരും കല്യാണത്തിന് പോയി. ഇവരൊക്കെ അടക്കം ഉള്ളവർക്ക് എങ്ങനെയും കൃഷ്ണകുമാർ തോൽക്കണം, കൃഷ്ണകുമാർ ജയിച്ചാൽ പിന്നെ സർവൈവൽ എന്ന് പറഞ്ഞ സാധനം ഇല്ല എന്നൊരു മനോഭാവം ഉണ്ടെന്നും ഈ വെള്ളിമൂങ്ങ സിനിമയിൽ കാണുന്നതിൻ്റെ വേറൊരു പതിപ്പ് അതെല്ലായിടത്തും ഉണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ കോൺഗ്രസിൽ ഇപ്പോൾ ആവേശത്തോടെ നിൽക്കുന്ന പലരും ഇയാൾ തോറ്റാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ. നമ്മുടെ പ്രതിപക്ഷ നിൽക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. വളരെ സംബന്ധിച്ച് അതായത് ഈ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റൂടെ കോൺഗ്രസ് നേടിയാൽ VD സതീശൻ ചോദ്യം പറയും. VD സതീശനായിരിക്കും ലീഡറാവും. മാത്രമല്ല സതീശൻ്റെ ഈ ഇലക്ടറൽ മാനേജ്മെൻറ്റ് പറയുന്നത് നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ ഇവരെല്ലാം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്, ഈ പറയുന്നത് ഞാൻ ഈ കോൺഗ്രസിലെ വൃത്തങ്ങളിൽ സംസാരിക്കും, ഇവരൊക്കെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്
ഈ സന്ദീപ് വാര്യരെ കൊണ്ടുവന്നത് തെറ്റായ സ്ട്രാറ്റജി ആണെന്നും അപ്പം ഞാൻ പറഞ്ഞല്ലോ ബിഗ്ഗസ്റ്റ് പൊളിറ്റിക്കൽ ബ്ലണ്ടർ എന്ന് പറഞ്ഞു. അപ്പം ആണെന്നും ഇതിന് ഒരു തിരിച്ചടി കിട്ടുമെന്നും അങ്ങനെയെങ്കിൽ സതീശൻ്റെ തലയെടുക്കാമെന്ന് കരുതിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ഇന്നലെ ഒരു ഉയർന്ന നേതാവിനോട് സംസാരിച്ചു. അപ്പോൾ ഷാജാൻ പറഞ്ഞത് കറക്റ്റാണ്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തോറ്റുപോകും, ഭയത്തിലാണ്. അപ്പം ഈ ഒരു ഇതെല്ലാവരും ഉണ്ട്. അപ്പം എന്നോട് ഒരു BJP നേതാവ് എന്നോട് പറഞ്ഞു, ഞാൻ നേരത്തെ ഒരു സാധനം സൂചിപ്പിച്ചിരുന്നു, ഒരു കോൺഗ്രസ് നേതാവ് വിളിച്ച് പറഞ്ഞു എങ്ങനെയെങ്കിലും അയാളെ ജയിപ്പിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ആ BJP നേതാവ് എന്നോട് പറഞ്ഞത് ഇവന്മാരെല്ലാം കൂടെ കൂടി ഇയാളെ ജയിപ്പിക്കുമെന്ന് ഞാൻ പേടിച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട്? അതായത് കോൺഗ്രസ് നേതാവ് ഒരു BJP നേതാവിനെ വിളിച്ച് പറയുന്നു BJP-കാരനെ എങ്ങനെ ജയിപ്പിച്ചെടുക്കണമെന്ന്. ആ BJP-കാരനെ എന്നെ വിളിച്ച് പറയുന്നു കോൺഗ്രസ് നേതാവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇയാൾ ജയിക്കുമോന്ന്. അപ്പം ഇത്തരത്തിലുള്ള അന്തർധാരകളാണ് മൊത്തം ഈ പരസ്പരം കാലം. ശ്രീകണ്ഠൻ അത്ര ഹാപ്പി അല്ലെന്നാണ് കേൾക്കുന്നത്. സുധാകരൻ പോലും ഇത് അറിഞ്ഞിരുന്നില്ല, ഈ സന്ദീപ് വാര്യരെ കൊണ്ടിരുന്നത്. ഇത് ഓപ്പറേഷൻ സന്ദീപ് വാര്യർ എന്നുള്ളത് നമ്മുടെ സതീശൻ്റെ സ്വന്തം സൃഷ്ടിയായിരുന്നു. അപ്പോൾ ആ സൃഷ്ടിയിൽ അവരത് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നീക്കമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവസാന നിമിഷം ഇത് രണ്ട് സാധ്യതയുണ്ട്. ഒന്നിവർ പറഞ്ഞ മാതിരി പാർട്ടിക്കുള്ളിലെ അന്തഛിദ്രങ്ങളും ഈ ഭിന്നതകളും രണ്ട് സ്ഥാനങ്ങൾക്ക് ഒരേ പ്രശ്നം നേരിടുന്നുള്ളതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് അവസാന നിമിഷവും ഈ പറഞ്ഞ മാതിരി, പ്രത്യേകിച്ച് രാഹുൽ പറഞ്ഞ സാധനത്തിൽ നമുക്ക് ഇനി അധികം സമയമില്ല. നാളെ ഈ സമയത്ത് നമ്മൾ ചർച്ചയും പൂർത്തിയാക്കിയിട്ട് വീട്ടിൽ കണ്ണാടി പഞ്ചായത്ത് എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു പിടിയില്ല. കണ്ണാടി പഞ്ചായത്തിലാണ് CPM-ന്റെ കോട്ടയിൽ കുറവ് വന്നെന്ന് പറയുന്നത്. അല്ല, അത് രാജ്മോഹൻ ഒരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ CPM-ന് വോട്ട് ചെയ്യാൻ CPM-കാർക്ക് ഒരു മടിയായി. അതാണ് ഇവിടെ സംഭവിച്ചത്. ഒന്ന് പാർട്ടി ചിഹ്നത്തിൽ പോലും ഒരാൾ മത്സരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ഫൗള് കാണിക്കലും മൊത്തത്തിൽ. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പോസ്റ്റ് ഇട്ടത് തലമുട്ടയടിക്കും താടി പിടിക്കുമെന്ന്. ഞാൻ തലമുട്ടയടിക്കും താടി പിടിക്കുമെന്ന് പറഞ്ഞത് വളരെ കൃത്യമായിട്ട് പറഞ്ഞാണ്. കാരണം അത്ര ആത്മവിശ്വാസം എനിക്ക് തോന്നുന്നു. ചിലരൊക്കെ ചോദിച്ചു ഷാദിനൊരു മാധ്യമ പ്രവർത്തകനല്ലേ, അങ്ങനെ ഒരു പക്ഷം ചേരാവും. ഇത് പക്ഷമല്ലല്ലോ, സത്യമല്ലേ? നമുക്ക് ധൈര്യം പറയാനുള്ള കാര്യമാണ്. ധൈര്യമായിട്ട് പറഞ്ഞ കാര്യമില്ലേ? ഇനി അതാവാ ഇയാൾ ജയിച്ചെന്ന് വെച്ചോളൂ, ഞാൻ തലമുട്ടയടിക്കാൻ തയ്യാറാണ്. പറഞ്ഞ വാക്ക് മാറ്റുന്ന കാര്യമൊന്നും. തലമുട്ടയടിക്കും താടി പിടിക്കും. നാളെ ഈ സമയത്ത് ഒരുപക്ഷെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരിക്കും നാളെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്, പറയാൻ പറ്റത്തില്ല. നിലവിലെ സാധ്യതകൾ അസാധ്യമല്ല. അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രം എന്തെങ്കിലും. സരിൻ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നമ്മുടെയൊക്കെ രാഷ്ട്രീയ വിലയിരുത്തൽ വളരെ പൊട്ടത്തരമാണെന്നും നമ്മളൊന്നും പിന്നെ രാഷ്ട്രീയം കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നുള്ളതാണ്. കാര്യം അതിന് ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലയെങ്കിലും പൊട്ടടിച്ച് പശ്ചാത്തലം ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അപ്പം പാലക്കാട് ഇപ്പോഴത്തെ അവസ്ഥയിലും പാലക്കാട് ഈ പറയുന്ന വളരെ ഈക്വൽ പോസിബിലിറ്റിയാണ്. എങ്കിലും നമ്മുടെ റാഷിദിന്റെ പ്രവചനം നമ്മളൊന്ന് കൊടുത്തിട്ടുണ്ട്. 8,000 9,000 10 താഴെ എന്നുള്ളതാണ് അദ്ദേഹം നയിക്കുന്നത്. അതിലേക്കാവാം എത്തപ്പെടുന്നത്. അതായത് 10 താഴെ ഒരു ഭൂരിപക്ഷം. ഒരു പക്ഷേ മാര്യത ഇങ്ങോട്ട് വരുന്നതിന് മുമ്പായിരുന്നെങ്കിൽ ഇലക്ഷൻ നടന്നതെങ്കിൽ വലിയ ഒരു 15,000 വോട്ട് നമ്മൾ അന്ന് പറഞ്ഞത് അങ്ങനെ 13-18 നമ്മൾ പറഞ്ഞിരുന്നത്. 15,000 വരെ വോട്ട് ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. 2016 17,000 ഷാഫിയുടെ ഭൂരിപക്ഷം. അന്ന് ശോഭാ സുരേന്ദ്രൻ രണ്ടാമതെത്തിയപ്പോൾ അങ്ങനെയാണ് അത്രയും വ്യത്യാസം വരുന്നത്. പക്ഷേ ഇപ്പം 10,000 താഴെ ആയിരിക്കും ഭൂരിപക്ഷം. പക്ഷെ തോൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നോർമലി അത് തന്നെ ജയിക്കും. പക്ഷേ BJP-കാർക്ക് ഭയങ്കര ആത്മവിശ്വാസമാണ്. മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിലുള്ള ആത്മവിശ്വാസത്തോടെയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ അന്തർധാര അവിടെ സംഭവിക്കുന്നുണ്ടോ അറിയില്ല. എന്തായാലും വൻ ആത്മവിശ്വാസം BJP-കാർക്കുണ്ട്. എന്നെ സ്ഥിരമായി കോൺടാക്ട് ചെയ്യുന്ന ചിലരൊക്കെ ഉണ്ട്. അവരൊക്കെ പറഞ്ഞ വൻ ആത്മവിശ്വാസമില്ല. അവരൊക്കെ പറഞ്ഞാൽ ഉറപ്പായിട്ടും ജയിക്കും, അത് നിങ്ങൾ നോക്കിക്കോളൂ, ഉറപ്പായിട്ട് ജയിക്കുമെന്ന് പറഞ്ഞ് കുറേ ആളുകളുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ കേരള രാഷ്ട്രീയത അതൊരു വലിയൊരു ദിശാസൂചികയായിരിക്കും. അടുത്ത നിയമസഭാ ഇലക്ഷന് പോലും അല്ല അതിൻ്റെ സാധ്യത കളയാൻ കഴിയുകയില്ല. അല്ല, ഈ ഈ ഉപതെരഞ്ഞെടുപ്പിൽ BJP ജയിച്ചാൽ BJP-ക്ക് ദോഷമേ ചെയ്യൂ. കാരണം ഇതെന്ന് പറഞ്ഞാൽ 2-3 ഘടകങ്ങളുണ്ട്. ഒന്ന്, ഈ സന്ദീപ് വാര്യർ പോയതിൻ്റെ ഒരു ഫാക്ടർ. 2, അങ്ങനെ അവരെല്ലാം കൂടെ ഒരുമിപ്പിച്ച് നിന്ന ഒരു ഫാക്ടർ. 2, മുനമ്പത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ്. 3, ഈ പാലക്കാടുകാരനായ സ്ഥാനാർത്ഥി അല്ല എന്നുള്ള കോൺഗ്രസിൽ അതൃപ്തി. സരിനെ പോലൊരു മരപ്പൊട്ടനെ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയാക്കിയത്. ഇതൊക്കെ ഒരുപാട് ഘടകങ്ങളാണ്. ഈ ഘടകങ്ങൾ വെച്ച് നോക്കുമ്പോൾ പിന്നെ ഈ സുരേന്ദ്രൻ ആൻഡ് സംഘത്തിൻ്റെ ആധീശത്വത്തിൻ്റെ കീഴിലായിപ്പോൾ പക വീട്ടുന്നവർ, അതായത് രാഷ്ട്രീയത്തിൻ്റെ അകത്ത് ഉമ്മൻചാണ്ടിയുടെ സ്വഭാവം വേണ്ടത്, വിട്ടുവീഴ്ച, തന്ത്രങ്ങളൊക്കെ വേണം. ആന്റണിയെ പോലെ അതാണ് കെ കരുണാകരനും തമ്മിലുള്ള വ്യത്യാസം. പക വീട്ടാത്ത അനനയത്തിൽ ഇപ്പോൾ എല്ലാവരും കൊണ്ടുപോയിക്കോളും. അതേസമയം കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യും. എന്ത് ചെയ്യണം എന്നുള്ള ഉമ്മൻചാണ്ടിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഇവർ പറയാതെ കേഡർ പാർട്ടിയാണ് എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അത് കറക്റ്റാണ്. കരുണാകരൻ പോലും വിട്ടുവീഴ്ച ചെയ്യുന്നിടത്ത് വിട്ടുവീഴ്ച ചെയ്യുമായിരുന്നു.
ആൻ്റണിയാണ് വാസ്തവത്തിൽ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഗിമ്മിക്ക് കളിച്ച് ഞാൻ പുണ്യാളിലാന്ന് കളിച്ചിട്ട് അങ്ങ് അധികാരം കേടി പോകുന്നത് വാസ്തവത്തിൽ അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഉമ്മൻചാണ്ടി വയലാർ രവി എല്ലാം പണ്ട് അവർ സുധീരൻ ഒരു ചുറ്റും ഒരു അതിനൊരു ആളുണ്ടല്ലോ, അവരൊന്നും ചെയ്യുന്നു, ഇദ്ദേഹം ഈസി ആയിട്ട് ഇങ്ങനെ കയറിങ്ങി വരുന്നു. അദ്ദേഹം ഗ്രൂപ്പിന്റെ തലവനായിട്ട് ഗ്രൂപ്പിനെ നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. ഏന്നാണ് വേറെങ്കിലും അദ്ദേഹം പറഞ്ഞു ഞാൻ ഗ്രൂപ്പിന്റെ ആളല്ല എന്നുള്ളത്. പക്ഷെ കാര്യങ്ങൾ കൃത്യമായിട്ട് അങ്ങനെ തന്നെ നീങ്ങുകയും ചെയ്തു. ഇതിനൊപ്പം കാണുന്ന അനുയായികളും എല്ലാം ഈ ഗ്രൂപ്പ്. ഈ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ഭാഗ്യം ചെയ്ത മനുഷ്യൻ ആന്റണിയാണ്. ഒരു സംശയം വേണ്ട. പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. ഞാൻ പറഞ്ഞ നല്ല പ്രസംഗകനല്ല, നല്ലൊരു വലിയൊരു ലീഡർ എന്ന് പറയാനൊന്നുമില്ല. വയലാർ രവിയും കരുണാകരനെയും ഉമ്മൻചാണ്ടിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവരെല്ലാവരും കൊണ്ടുവന്ന ആൾ വയലാർ രവിയാണ്. ഇവരെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ സുധീരൻ ദൂരം നേതാക്കളുണ്ട്. ഇവരെ വെച്ച് നോക്കുമ്പം ആന്റണിക്ക് അതിനുള്ള മിടുക്കും കഴിവൊന്നുമില്ല. പക്ഷേ ആന്റണി എത്താവുന്നതിന് പരമാവധി. ആന്റണിക്ക് കിട്ടാതെ പോയ ഒരേ ഒരു പദവി എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രസിഡന്റേ ഉള്ളൂ. അതെ, 9 വർഷമൊക്കെ ഇന്ത്യയുടെ ഡിഫൻസ് മന്ത്രി ആയിരിക്കാന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് പദവി 2000 ഈ പ്രണബ് മുഖർജിക്ക് ശേഷം അന്ന് കോൺഗ്രസ് സർക്കാർ വന്നിരുന്നെങ്കിൽ ആന്റണി രാഷ്ട്രപതിയാണ്. ആ കാര്യത്തിൽ തർക്കമില്ല. ഇന്ത്യൻ പ്രസിഡന്റാണ്. അത് മാത്രമേ ആ കാര്യത്തിൽ അതുപോലൊരു രാഷ്ട്രീയ ഗ്രാഫ് മറ്റൊരു മനുഷ്യനില്ല. ഫസ്റ്റിൽ മുഖ്യമന്ത്രി ആവുകയല്ലേ 77 നേരെ മന്ത്രിയായിട്ടില്ല, MLA ആയിരുന്നു വരട്ടെ 70. അത് കഴിഞ്ഞ് നേരെ മുഖ്യമന്ത്രിയാണ്. ക്യാബിനറ്റ് മന്ത്രി, AIC ജനറൽ സെക്രട്ടറി, KPC പ്രസിഡന്റ്, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർ, ഇന്ത്യയുടെ ഡിഫൻസ് മന്ത്രി, കേരളത്തിൻ്റെ പലതവണ മുഖ്യമന്ത്രി. അപൂർവ ഭാഗ്യമല്ലേ ഇത്. ജാതകം നോക്കണ്ടാണ് സത്യം. വേറെ ആർക്കും അതിന് മാത്രം കഴിവുമില്ല. ഞാൻ പറഞ്ഞേ എത്രയോ പ്രകാശം പരത്തുന്ന ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ. ആന്റണി പോട്ടെ. അപ്പോൾ അത് പാലക്കാട്. ആലത്തൂരിലേക്ക് ഇനി പോകേണ്ട കാര്യമില്ല. പഴയ സിറ്റുവേഷൻ തന്നെ തുടരുന്നു. വയനാട്, മാനത്തൂർ, അല്ല ചേലക്കര. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിൽ പോകേണ്ട കാര്യമില്ല. അപ്പം ആ വിഷയം അവിടെ നിൽക്കട്ടെ. നമുക്ക് രണ്ടാമത് അദാനിയാണ്. അദാനി വിഷയം വരുമ്പോൾ എനിക്ക് ആദ്യം അറിയേണ്ട ഒരു കാര്യം, എനിക്ക് അത്ര അറിയാവുന്ന വിഷയത്തിൽ ഞാൻ ചോദിക്കുകയാണ്. ഈ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ ഒഡീഷ, തമിഴ്നാട്, കാശ്മീർ അവിടെയൊക്കെ കൈക്കൂലി കൊടുത്തു എന്നുള്ളതിന് അദാനിയുടെ പേര് അമേരിക്കയിൽ എന്തുകൊണ്ടാണ് കേസെടുത്തതെന്നുള്ളതാണ്. അമേരിക്കയുടെ ഈ അഴിമതി നിരോധന നിയമം അനുസരിച്ച് അമേരിക്കയിലെ ഏതെങ്കിലും ഒരു ബിസിനസ് സംരംഭം വിദേശത്തുള്ള ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ സംവിധാനത്തെ ബ്രൈബ് ചെയ്താൽ അത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. അവിടെ ചെയ്യപ്പെടുന്ന കുറ്റത്തിന് തുല്യമാണ്. അവിടെ കൊടുത്താലും ഇതിൽ പ്രായോഗികമായിട്ട് എങ്ങനെ നടക്കുമെന്ന് അറിയത്തില്ല. കാരണം വെച്ചാൽ ക്രൈം നടന്നത് ഇവിടെയാണ്, ഇന്ത്യയിൽ. അഴിമതി നടന്നത് ഇവിടെയാണ്. ഇപ്പോഴും ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. എന്താണ് സംഭവിച്ചതെന്ന് നോക്കേണ്ടതുണ്ട്. അതായത് അദാനി ഡൽഹിയിലുള്ള ഒരു കമ്പനി, എൻ്റെ ആഷ പവറോ കമ്പനിയുമായി ഒരുമിച്ച് ചേർന്നിട്ട് ഈ നമ്മുടെ സോളാർ പവർ എനർജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും സോളാർ എനർജിയുടെ മുഴുവൻ അവകാശവും എടുക്കുന്നു. ഈ മുഴുവൻ അവകാശം എടുത്തിട്ട് ഇവരുടെ വാക്ക് എന്ന് പറയുന്നത് ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ സോളാർ ഉൽപ്പാദിപ്പിക്കുന്ന ആളുകളോട് എല്ലാ ഇതും വാങ്ങിക്കൊള്ളാം എന്നുള്ളതാണ്. മൊത്തം വാങ്ങിക്കോളാം. ആര് ഉൽപ്പാദിപ്പിച്ചാലും ഈ സോളാർ എനർജി വാങ്ങിക്കൊള്ളാം എന്നുള്ളതാണ്. ഇവരിത് ഒരുവിധ ന്യായമായ വില സെറ്റ് ചെയ്ത് വാങ്ങാൻ തീരുമാനിച്ചു. വാങ്ങിക്കഴിഞ്ഞ സാധനം കൊടുക്കണമല്ലോ. കൊടുക്കുമ്പം സ്റ്റേറ്റിൽ വില കൂടുതൽ മറ്റ് എനർജിയേക്കാൾ വില കൂടുതൽ. നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ കാറ്റാടി പാടങ്ങളൊക്കെ ഉള്ളതിൻ്റെ വേറൊരു പതിപ്പ് അതിന് വാങ്ങുന്നു. അവരെല്ലാം ഉണ്ടാക്കുന്നവരോട് ഇവർ വാങ്ങുന്നു. വാങ്ങിയിട്ട് സ്റ്റേറ്റിന് കൊടുക്കണമല്ലോ. അപ്പോൾ കേരളത്തിൽ ഉദാഹരണത്തിന് KSEB ഇവിടെ ഉണ്ടാക്കുന്ന വൈദ്യുതി തികയത്തില്ല. KSEB നമ്മൾ കേന്ദ്ര ഗ്രിഡിൽ നിന്ന് കിട്ടുന്നുണ്ട്, പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രൈവറ്റ് കമ്പനിയിൽ നിന്ന് വാങ്ങുന്നുണ്ട്. ഇതെല്ലാം ഏറ്റവും വലിയ അഴിമതി നടക്കുന്നത് ഈ വൈദ്യുതി വാങ്ങൽ ഇടപാടില്ല. ഈ KSEBയിലെ ഓഫീസേഴ്സ് യൂണിയനാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. കോടിക്കണക്കിന് രൂപ ലോങ് ടൈമിൽ നഷ്ടമുണ്ടാകുന്ന ഡീലുകൾ അവർ വരുത്തുന്നത്. ഇതിനെല്ലാം പിന്നിൽ അഴിമതിയുണ്ട്. അപ്പം ഇത് ആർക്കും വേണ്ട, കാരണം ഇവരുടെ നിരക്ക് കൂടുതലാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇവർ രണ്ടോട് കൂടിയിട്ട് ഒരു അഴിമതിയുടെ ഒരു സഖ്യ ഉണ്ടാക്കുന്നു. എന്നിട്ട് കാശ് കൊടുത്ത്, രാഷ്ട്രീയക്കാർക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കുക. 2092 കോടി രൂപ 2092 കോടി രൂപ കൈക്കൂലിക്ക് വേണ്ടി നീക്കി വെക്കുന്നു. അപ്പോൾ ഈ നമ്മൾ ഈ 50,000 രൂപ കൊടുക്കുന്നില്ല, 1,00,000 രൂപ കൊടുക്കുന്നില്ല, അല്ല, ഈ 2,000 കോടി രൂപ കൈക്കൂലി കൊടുക്കുന്നത്. ഇത് ഇവർക്ക് അക്കൗണ്ട്സിൽ പെടുത്തിയാൽ മാത്രമേ ഇത് കൊടുക്കാൻ പറ്റൂ. അല്ലാതെ എങ്ങനെ കാശ് കൊടുക്കാൻ പറ്റൂ? അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്തു? എന്തെങ്കിലും ഒരു ഹെഡിൽ ഉൾപ്പെടുത്തി വെച്ചു. പക്ഷേ ഇവർ ഓരോരുത്തർക്കും കൊടുത്തതിൻ്റെ പ്രത്യേക ഒരു ബുക്ക്, ഒരു സ്പ്രെഡ്ഷീറ്റിൽ ഇത് റെഡിയാക്കി വെച്ചു. എന്നിട്ട് ഏറ്റവും രസകരമായ എന്നിട്ട് ഇവർ തമ്മിൽ ഭിന്നതയുണ്ടാകുന്നുണ്ട്. അദാനി പുതിയ പാർട്ണർ ഭിന്നതയുണ്ട്. ഈ പാർട്ണർ ഇതിന് പകുതി കൊടുക്കാനാണ്. അതായത് മൊത്തം കൈക്കൂലിയുടെ പകുതി കൊടുക്കണമല്ലോ. ഏതാണ്ട് 594 കോടി രൂപ ഈ കൈക്കൂലി കാശിൽ പാർട്ണർ കൊടുക്കാനുണ്ടായിരുന്നു, ബാക്കി കൊടുക്കാനുണ്ട്, അദാനിക്ക് കൊടുക്കാനുണ്ടായിരുന്നു. ഇത് തമ്മിൽ കത്തിടപാടുകളും എഴുത്തുകൂത്തുകളൊക്കെ നടന്നു.
ഞാൻ അവർക്ക് കൈക്കൂലി കൊടുത്ത കാശ് എവിടെ? നിങ്ങൾ തന്നില്ല, നിങ്ങളുടെ കാശ് ഞങ്ങൾ തന്നെ കൊടുത്തു, അതുകൊണ്ട് ആ കൈക്കൂലി ഇതിൻ്റെ എല്ലാ റെക്കോർഡ്സും അമേരിക്ക കിട്ടിച്ചു ഈ ഇടപാടിനെ കുറിച്ച്. അവിടെയാണ് വിചിത്രം. ഈ രേഖകളൊക്കെ അമേരിക്കയുടെ രേഖകളായി മാറി. അതിൻ്റെ കാരണം ഏതാണ്ട് 5000 കോടി രൂപ അദാനി അമേരിക്കയിലെ വെഞ്ചർ ക്യാപിറ്റൽസിൽ നിന്നും കളക്ട് ചെയ്തു. ഇതിൻ്റെ പേര് പറഞ്ഞ്, അതായത് ഈ ഇതിലേക്ക് അദാനി ഗ്രീൻ എനർജിയിലേക്ക് ഈ എന്താ നമ്മൾ ഇതുണ്ടല്ലോ, ഈ പണം മേടിക്കും, പണം വാങ്ങിക്കും, നിക്ഷേപം കൊണ്ടുവരുമല്ലോ, ഈ പണം അമേരിക്കയിൽ നിന്ന് കളക്ട് ചെയ്തു. ഈ അമേരിക്കന് ബോണ്ടുകളായിട്ട് വാങ്ങി. അപ്പം ബോണ്ട് ഇഷ്യൂ ചെയ്യുമ്പം ഈ കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകളും മറ്റും വളരെ കൃത്യമായി കൊടുക്കണം സർക്കാരിന്. അപ്പം ഇവരെന്ത് ചെയ്തു? ഈ കൈക്കൂലി കാശൊക്കെ ഇവർ കണക്കിപ്പെടുത്തിയിട്ട് ഇതെല്ലാം കൂടെ കണക്ക് കൊടുക്കും, കൈക്കൂലിയുടെ കണക്കെടുത്തി. അപ്പം ഇതേക്കുറിച്ച് ആരോ അമേരിക്കയുടെ അഴിമതി പരാതി കൊടുത്തു കാണും, അവരന്വേഷിച്ചു കാണും, അവർ ഡീറ്റെയിൽസ് എടുത്തു. ഈ കക്ഷി അതായത് അദാനിയുടെ പെങ്ങളുടെ ഒരു മകനെ കണ്ടു, സാഗർ അദാനി അമേരിക്കയിൽ പോയപ്പോൾ അവർ പൊക്കിയിട്ട് ഈ മൊബൈൽ ഫോണിലെ ഡാറ്റാസ് മുഴുവൻ എടുത്ത് പരിശോധിച്ച് അവരെടുത്ത് കഴിഞ്ഞപ്പോൾ ഈ സ്പ്രെഡ്ഷീറ്റ് അടക്കം ഈ കൈക്കൂലി കൊടുത്ത് 500 കൊടുക്കാൻ അവർക്ക് ഡീറ്റെയിൽസ് കിട്ടി. ഇതാണ് എൻ്റെ പശ്ചാത്തലം. ഇതാണ് പശ്ചാത്തലം. ഈ പശ്ചാത്തലത്തിൽ ആണ് അമേരിക്ക കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള പ്രോബ്ലം, ഇത് അഴിമതി എവിടെയാണെന്ന് പറഞ്ഞത് അമേരിക്കയിൽ ആർക്കും കൈക്കൂലി കൊടുത്തിട്ടില്ല. ഇത് കേട്ടവർക്കും അമേരിക്കൻ ഉദ്യോഗസ്ഥർ കൈക്കൂലി കൊടുത്തിട്ടില്ല. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലെ അതിൽ എന്നെ ഞെട്ടിച്ചത് ശരിക്കും വേണ്ടതുപോലെ ചർച്ചയായിട്ടില്ല. ഇത് അദാനി ആയതുകൊണ്ടാണ് വേണ്ട പോലെ ചർച്ചയാവാത്തത്. ഈ 2009 കോടി രൂപയിൽ 1750 കോടി രൂപയും കൈക്കൂലി കൊടുത്ത ആർക്കാണെന്നറിയോ? നമ്മുടെ ജഗ്മോഹൻ റെഡ്ഡിക്ക്. അയാൾ അങ്ങനല്ലേ, നമ്മുടെ ആന്ധ്രയിലെ ജഗ്മോഹൻ റെഡ്ഡി, പഴയ മുഖ്യമന്ത്രി, കോൺഗ്രസിന്റെ അല്പം തൊട്ട് മുമ്പ് പോയത് YSR കോൺഗ്രസിന്റെ ജഗ്മോഹൻ റെഡ്ഡി, രാജശേഖര റെഡ്ഡിയുടെ മകൻ. ഈ ജഗ്മോഹൻ റെഡ്ഡിക്ക് കൊടുത്ത 1750 കോടി രൂപയാണ് ഒരാൾക്ക്. അത് കൊടുത്തത്, ആ ഡീൽ ഉറപ്പിച്ചത് ആരാന്നറിയോ? സാക്ഷാൽ ഗൗതം അദാനി. നേരെ പോയി കണ്ടു. അങ്ങനെ ആന്ധ്രാപ്രദേശിലെ മുഴുവൻ വൈദ്യുതിയും ഇവരിൽ നിന്ന് വാങ്ങി. ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ ഏതാണ്ട് 70% ആന്ധ്ര അങ്ങ് വാങ്ങി. ബാക്കി ഈ അവശേഷിക്കുന്ന കോടിയാണ്, ചില്ലറയാണ്, 300 കോടിയാണ് തമിഴ്നാട്ടിനും ഒഡീഷയ്ക്കും കാശ്മീരിനും ഛത്തീസ്ഗഡിനും ജാർഖണ്ഡിനും എല്ലാം കൂടെ വിധിച്ചു കൊടുത്തത്. അപ്പം എൻ്റെ ചോദ്യം, ഒരു മുഖ്യമന്ത്രി 1750 കോടി രൂപ ഒരിടപാടിന് കൈക്കൂലി വാങ്ങണമെങ്കിൽ എന്തൊരു അഴിമതിക്കാരനായിരിക്കും. ആസ്തിയാണെന്ന് ആലോചിക്കുക ഇവർക്ക് എല്ലാവർക്കും. അതൊരു വശത്ത്. രണ്ടാമത് ഒരു ചോദ്യം കൂടി ചോദിക്കേണ്ടതുണ്ട്. ഈ അദാനിയുമായി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും ഡീല് നടത്തുന്നുണ്ടെന്ന് സ്വപ്ന പറഞ്ഞിരുന്നു. അതായത് എയർപോർട്ടിനെതിരെ ബഹളം വെക്കുമ്പോഴും തുറമുഖത്തിനെതിരെ ബഹളം വെക്കുമ്പോഴും ഇവർ തമ്മിൽ എല്ലാ ഇടപാടുകളും നടത്തുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഈ ഗൗതം അദാനിയുടെ മകൻ പോയി പിണറായിയെ കണ്ടിരുന്നു. ഈ സീപോർട്ട് ഇതെല്ലാം കൂടെ. അപ്പം ഡെഫിനറ്റ്ലി ഇയാൾക്കൊരു ബ്രൈബറി ഫണ്ട് തന്നെയുള്ള ആളാണ് അദാനി. ഇത്ര സാധനങ്ങളെല്ലാം കാണുമെന്ന് കേട്ടിട്ടുണ്ട്. ഇത്തരം ബ്രൈബറി ഫണ്ട് ഉണ്ട്, പക്ഷേ ഇത്രയൊന്നും ആർക്കും കാണത്തില്ല. ഇത് ഈ റെഡ്ഡിക്ക് ഇത്രയും കാശ് എങ്ങനെ കൊടുത്തോണെന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. ഇത് അവിടെ അയാളല്ലേ മുഖ്യമന്ത്രി, അയാളൊരു അധികാരം അയാളുടെ കയ്യിലല്ലേ. അപ്പോൾ മറ്റേ തിരുപ്പതി ക്ഷേത്രത്തിൽ ലഡുവിൻ്റെ ഇടപാട് കണ്ടില്ലായിരുന്നോ? കോടിക്കണക്കിന് ഇടപാട് നടത്തിയെന്ന് പറഞ്ഞില്ലേ, നിലവാരം കൊടുത്ത് ലഡു കൊടുത്തിട്ട്. അപ്പം ഇത് തന്നെയായിരുന്നു ജയലളിതയെക്കുറിച്ച് പണ്ട് കേട്ടിരുന്നത്. എല്ലാ കമ്മീഷൻ എല്ലാം വാങ്ങുക. അപ്പം ഈ അദാനി അങ്ങനെയെങ്കിൽ കേരളത്തിൽ ഈ അദാനി ഇത്രയും ശക്തമായ ബിസിനസ് ഇവർക്കും കാശ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അവരെല്ലാ രാഷ്ട്രീയക്കാരും പ്രസാദിപ്പിക്കും. അവർക്ക് ആരോടും ഒരു പരാതിയില്ലല്ലോ. ഞാൻ നോക്കുമായിരുന്നു, ലോകത്തെ ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും വലിയ മൾട്ടിനാഷണൽ കമ്പനിയായി മാറിയിരിക്കുന്നത് അദാനിയാണ്. അപ്പം ഈ വലിയ അഴിമതിയാണ് അവിടെ ശക്തമായിട്ട് നടന്നിരിക്കുന്നത്. ഈ അഴിമതിയുടെ പേരിലാണ് അമേരിക്ക വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. സാഗർ അഴിമതി അദാനിക്കെതിരെയും രണ്ടുപേർക്കെതിരെയും. അപ്പം ഇവിടെ അപ്പോൾ ആണ് ഒരൊറ്റ അടിക്ക് തന്നെ അദാനിയുടെ ഒരു 2 ലക്ഷം കോടി രൂപ പോയിരുന്നു. പക്ഷെ തിരിച്ചു കയറി എന്ന് പറഞ്ഞു. തിരിച്ചു കയറിയെങ്കിലും ഈ ഗ്രീൻ എനർജിയിൽ വന്നിട്ടില്ല. അദാനി പവർ എന്തുവാ, അദാനി എനർജി വന്നിട്ട് മാത്രം മീഡിയ അതെല്ലാം വന്നു, NDTV അതെല്ലാം വന്നിട്ടുള്ളൂ. അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗൗരവമേറിയ വിഷയമാണ്. അമേരിക്ക ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തിപ്പോൾ നൈജീരിയയിലെ എയർപോർട്ട് പണിയാനായിട്ട് ഇവർക്ക് ഓർഡർ ഉണ്ടായിരുന്നു. 30 വർഷത്തോ അത് ക്യാൻസലായി. വേറെ ഏതോ ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട്, പല രാജ്യങ്ങളിലും സംഭവിച്ചു. ആഫ്രിക്കയിലാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. വേറെ ഇവിടെ പോർട്ടിന്റെ വർക്കും അവർ റദ്ദാക്കി. ഓസ്ട്രേലിയ അടക്കം കാനഡയടക്കം പലയിടങ്ങളിലും അദാനിക്ക് വലിയ ഇടപാട്. ലോകത്ത് മോദി എവിടെ ചെന്നാലും അവരെല്ലാം അദാനി കൂടെ പോകാറുണ്ട്, അവിടുത്തെ ഇടപാട് നടത്താറുണ്ട്. മോദിയുടെ ആളെന്ന നിലയിൽ തന്നെയാണ് അദാനിക്ക് കച്ചവടം കിട്ടുന്നത്. ഇതെല്ലാം
പ്രതിസന്ധിയിലാവും. കാരണം അമേരിക്ക ഒരു അഴിമതി ഈ വലിയ പ്രശ്നമാണ്. ഇവർക്ക് രണ്ട് കാര്യങ്ങൾ അമേരിക്ക ശ്രദ്ധിക്കാറുണ്ട്. ഒന്ന് അഴിമതി, രണ്ട് ഇവർ ഈ ഔട്ട്സോഴ്സ് ചെയ്യുമല്ലോ ഉൽപ്പന്നങ്ങൾ. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ തുണിത്തരങ്ങളെല്ലാം ഇപ്പം കിറ്റക്സ് സാബുവാണ് ഇവിടുത്തെ കിഡ്സിൻ്റെ തുണി മുഴുവൻ കയറ്റിവിടുന്നത്. അതുപോലെ ഇവിടെ എല്ലാ സാധനങ്ങളും മൊബൈൽ ഫോൺ ചൈനയിൽ നിന്നാണ് ഐഫോൺ കയറ്റിവിടുന്നത്, സാംസങ് എല്ലാം കയറ്റിവിടുന്നത് മറ്റു രാജ്യങ്ങളിൽ നിന്ന്. പ്രൊഡക്ഷൻ കോസ്റ്റാണ്. ഈ പറയുന്ന സ്ഥലത്ത് അടിസ്ഥാന സൗകര്യങ്ങളില്ല, അവർക്ക് അടിസ്ഥാന ശമ്പളം കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ വേണ്ടെന്ന് നോക്കും. ഇപ്പം ബംഗ്ലാദേശിലൊക്കെ ആയിരുന്നു ധാരാളം തുണിക്കടകൾ. ഈ യൂറോപ്പിലെ ഒട്ടുമിക്ക കടകളിലേക്കും ഈ റെഡിമെയ്ഡ് ക്ലോത്ത് ഉണ്ടാക്കുന്നത് ബംഗ്ലാദേശിലായിരുന്നു. പക്ഷേ ഇടയ്ക്ക് ഇവർ പരിശോധിക്കാൻ പോയിട്ട് അവിടുത്തെ ജീവനക്കാരുടെ സൗകര്യങ്ങൾ കുറവാണ്, ജീവനനിലവാരം കുറവാണ്, അവർക്ക് കൊടുക്കുന്നില്ല, ഇത് റദ്ദാക്കി. സത്യത്തിൽ ഈ സായിപ്പിൻ്റെ പൊട്ടബുദ്ധിയാണ്. ഈ കിട്ടുന്ന കാശ് അവർക്ക് ഇപ്പം അതില്ലാതായിപ്പോയി, ഈ കച്ചവടം വേണ്ട. അപ്പം ഇവർ ഇത്തരം ചില കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കും. അപ്പം അദാനിക്കെതിരെ അമേരിക്കനെതിരെ മറ്റേ ഹിൻഡൻബർഗ് റിപ്പോർട്ട് പോലെ അല്ല, അതങ്ങ് പോയി. അത് ഹിൻഡൻബർഗ് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിൻഡൻബർഗ് ബിസിനസ് താല്പര്യങ്ങളുള്ള ഒരു ഏജൻസിയാണ്. അവരതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ മാർക്കറ്റിനെ ഹിറ്റ് ചെയ്തത് തന്നെയാണ്. മാത്രമല്ല ഇന്ത്യയിലെ ഈ ഇൻ്റർനാഷണൽ ബ്രാൻഡാണ് അദാനി. ഇപ്പം നമ്മൾ ടാറ്റയാണെങ്കിലും ഇപ്പോൾ ടാറ്റയൊക്കെ പതിയെ അവിടെ പോകുമ്പോഴും ടാറ്റ ചെയ്യുന്നത് എന്താണ്, വലിയ ബ്രാൻഡുകൾ വാങ്ങി ഇൻ്റർനാഷണൽ. ഉദാഹരണത്തിന് ജാഗ്വറും മാത്രം ടാറ്റ കൈക്കൂലി കൊടുക്കില്ല എന്ന് കേട്ടിട്ടുണ്ട്. കമ്മീഷൻ അങ്ങനെ കൈക്കൂലിയല്ല, അവരിതും കൊടുക്കത്തില്ല, രാഷ്ട്രീയക്കാർക്ക് കമ്മീഷൻ ഒന്നുമില്ല. ഇത് അതിനാണ് ഇയാളെ പുറത്താക്കിയത്, മിശ്രയെ. കാരണം അയാൾ BJPക്ക് കാശ് കൊടുത്തു, അതിനാണ് അയാളെ പുറത്താക്കിയത് പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഈ ടാറ്റ പോയാൽ ജാഗ്വറും ലാൻഡ് റോവറും അക്വയറുകയോ ചെയ്ത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു ഡെവലപ്മെൻ്റ് അല്ല അദാനി ചെയ്യുന്നത്. അദാനി പോയി ഇന്ത്യയുടെ കമ്പനി തന്നെ പോയി തുടങ്ങി വളരെ. അപ്പോൾ ഇന്ത്യയുടെ ഒരു ബ്രാൻഡ് ലോകത്തിൽ മുഴുവൻ ഇങ്ങനെ പടരുന്നതിൽ ചില ഭിന്നതയുള്ളത് കൊണ്ടാവാമെന്ന് വേണമെങ്കിൽ നമുക്ക് എത്താം, പ്രത്യേകിച്ച് ഹിൻഡൻബർഗിൻ്റെ. പക്ഷെ ഇതങ്ങനെ ഒരു അഴിമതി കേസാണ്, സർക്കാർ എടുത്തിരിക്കുന്ന കേസാണ്, അമേരിക്കൻ കോടതികൾ എടുത്തിരിക്കുന്ന കേസാണ്. അതുകൊണ്ട് ഇത് എങ്ങനെയാകും ടെക്നിക്കലി ഇന്ത്യയിൽ നടന്ന അഴിമതിയെക്കുറിച്ച് അമേരിക്ക എങ്ങനെ കേസെടുക്കാൻ പറ്റുന്ന ചോദ്യമൊക്കെ ബാക്കി. അവിടെ നിന്ന് ഈ ബോണ്ട് വാങ്ങിയെന്നുള്ളത് ഒരു അവിടുത്തെ നിയമം അനുസരിച്ചാണ്. ഇതെല്ലാം ബോണ്ട് വിൽപ്പന നിർത്തിവെച്ചു അദാനി. അപ്പം സ്വാഭാവികമായും ഗൗരവമേറിയ വിഷയമായി ഇത് മാറും. ഈ വിഷയം നമ്മൾ കരുതുന്നതിനപ്പുറത്തേക്ക് അദാനിയെ ബാധിക്കാം. ഒരു പക്ഷേ ഇത് സോർട്ട് ചെയ്യാനായിട്ട് മോദി തന്നെ നേരിട്ട് ആകെ ഒരു ഭാഗ്യമുള്ളത് ട്രംപ് അധികാരത്തിൽ വരുന്നതാണ്. സമയമുണ്ട് ട്രംപിന്. അടുത്ത വർഷം ജനുവരി 20 മറ്റാണ് സത്യപ്രതിജ്ഞ. പക്ഷേ അത് മാത്രമല്ല, ഈ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ഈ പ്രോസിക്യൂഷൻ്റെ കാര്യത്തിൽ സർക്കാരിന് വലിയ റോളൊന്നുമില്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത, നമ്മുടെ രീതി അല്ലല്ലോ അവിടുത്തെ ടോട്ടലി അവിടെ നമ്മുടെ രീതി ടോട്ടലി ഡിഫറെൻ്റാണ്. അതായത് നമ്മുടെ ഒരു ഇന്ത്യൻ വംശജ അവിടെ ആഭ്യന്തരമന്ത്രിയായിരുന്നു കുറച്ചു കാലം ബ്രിട്ടനിൽ, പ്രീത് പട്ടേൽ എന്ന് പറയും. ഇയാളാവുന്നതിന് മുമ്പ് ബോറിസ് ജോൺസൺ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഹോം സെക്രട്ടറി എന്നാണ് പറയുന്നത്, ആഭ്യന്തരമന്ത്രി. രണ്ടാമത്തെ വലിയ പദവി, മൂന്നാമത്തെ വലിയ പദവി, ചാൻസലർ കഴിഞ്ഞാൽ പിന്നെ വലിയ അടുത്ത പദവി. അപ്പോൾ ഈ ഹോം സെക്രട്ടറി പ്രീത് പട്ടേൽ ഇന്ത്യ രക്തമാണല്ലോ, അവർ പോലീസിനെ നിയന്ത്രിക്കാൻ തുടങ്ങി. പോലീസ് ഒഫീഷ്യലി കത്ത് കൊടുത്തു, പോലീസുകാർ ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ചീഫ് കോൺസ്റ്റബിൾ എന്നാണ് അവരുടെ DGP പോലീസ് അത് കത്ത് കൊടുത്തു. പോലീസിനെ എങ്ങനെ നോക്കണമെന്ന് എനിക്കറിയാം, ഞാനത് ചെയ്തോളാം, നിങ്ങൾ അതിൻ്റെ ഇടപെടണ്ട, നിങ്ങളുടെ കാര്യം സങ്കല്പിക്കാൻ പറ്റത്തില്ല. അപ്പം ഇയാളെ കോവിഡിൻ്റെ കാലത്ത് വീഡിയോ പുറത്തു വന്നു. കോവിഡിൻ്റെ കാലത്ത് 20 പേരിൽ, അതായത് 20 പേരിൽ കൂടുതൽ ഒരുമിച്ച് കൂട്ടിരുന്നാണ് നിയമം. പ്രധാനമന്ത്രി അയാളുടെ ബർത്ത്ഡേക്ക് 22 പേരെ വിളിച്ച് വിരുന്ന് കൊടുത്തു, 2 അഡീഷണൽ. പ്രധാനമന്ത്രിയെ വിളിച്ചു വരുത്തിയിട്ട് ചോദ്യം ചെയ്യുന്നതിന് വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു. അവർ പരസ്പരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കണം. ആ വീഡിയോ ദൃശ്യം പുറത്തു വന്നു. അവർ പോലീസ് വരട്ടിയാണ് ചോദിക്കുന്നത് ഓരോ കാര്യങ്ങളും ഇങ്ങനെ. അതാണ് പോലീസ് പറയുന്നത്, അതാണ് പോലീസ്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചൊരു വാർത്ത, എനിക്ക് ആ സ്ഥലത്തിന് വരുന്നത് ഒരു എം പി രാത്രി കള്ളു കുടിച്ചിട്ട് അതിനെ കിടന്നപ്പോൾ ഏതോ ഒരുത്തുമ്പോൾ വീഡിയോ എടുത്തു, അവനുമായിട്ട് ഗുസ്തി പിടിച്ചു. അപ്പം ഈ MP അവനൊരു അടി കൊടുത്തു, ഇവൻ താഴെ വീണു. വീഡിയോ ദൃശ്യം പുറത്തു വന്നു. അപ്പം തന്നെ ഭരിക്കുന്ന പാർട്ടിയാണ്, അപ്പം തന്നെ അവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി MP സ്ഥാനത്ത് രാജീവ് ബാങ്കിന് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകും. ഇവിടെയാണെങ്കിൽ ഭരണഘടനയെ തള്ളി പറഞ്ഞ ആള് മറ്റേ വേണ്ടെന്നാണ്. ഒരുപാട് രാജി വെച്ചില്ലേ, അത് പോരെന്നാണ് ചോദിക്കുന്നത്. മറ്റൊരു കഥ, ഞാനിത് പറഞ്ഞ കൂടിക്ക് പറയാണ്, 2 കഥയും കൂടെ ചെറുതായിട്ട് പറയാം. ഡേവിഡ് ബ്ലങ്കറ്റ് എന്ന് പറയുന്നൊരു ആഭ്യന്തര സെക്രട്ടറി ഉണ്ടായിരുന്നു, ഹോം സെക്രട്ടറി, ആഭ്യന്തരമന്ത്രി ഉണ്ടായിരുന്നു, ഹോം സെക്രട്ടറി. അന്ധനായിരുന്നു, പൂർണ്ണ അന്ധന, നായയായിരുന്നു അദ്ദേഹത്തിൻ്റെ, ഗൈഡ് ഡോഗ് ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ
പാർട്ണർ എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ കാമുകി, കല്യാണം കഴിച്ചിട്ടില്ല, ഇദ്ദേഹത്തിൻ്റെ കാമുകിയുടെ ട്രെയിൻ ടിക്കറ്റ് ഇയാൾ എടുത്തു കൊടുത്തു. എന്നിട്ട് ആ എക്സ്പെൻസ് ക്ലെയിം ചെയ്തു. പക്ഷെ നിയമത്തിൽ ഭാര്യയുടെ പറ്റത്തുള്ളൂ, പാർട്ണർ എന്നില്ലായിരുന്നു. പിന്നീട് അത് നിയമം മാറി തോന്നുന്നു, ജോലി രാജിവെക്കേണ്ടി വന്നു. ആഭ്യന്തര ഒരു ട്രെയിൻ ടിക്കറ്റ് എടുത്ത് കൊടുക്കേണ്ടി വന്നേര്. ആലോചിച്ച്. അതുപോലെ ഒരു പാർലമെൻറ്റിൽ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട സമയത്ത് മന്ത്രി എത്താനായിട്ട് 2 മിനിറ്റ് വൈകിപ്പോയി. അപ്പം ചോദ്യത്തിന് വിളിച്ചു, ചോദ്യം ചോദിച്ചു, ഉത്തരമില്ല. അപ്പം സ്പീക്കർ അടുത്ത ചോദ്യം വിളിച്ചു. അപ്പോഴത്തേക്കും മന്ത്രി വന്നു. മന്ത്രി എന്നാൽ പിന്നെ പറഞ്ഞോളാൻ പറഞ്ഞു. അയാൾ ഉത്തരം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടു, വൈകിപ്പോയതുകൊണ്ട് രാജിവെച്ചു. ഇതൊക്കെ നടക്കുന്ന നമ്മളായിട്ട് കേട്ടുകേൾവി പോലും സങ്കല്പിക്കാനോ പോലും കഴിയാത്ത കാര്യം. അത്ര ഒരുപാട് രസകരമായ സംഭവങ്ങളുണ്ട്. സിംഗപ്പൂരിലുണ്ട് ഇതുപോലത്തെ കഥകൾ. കഴിഞ്ഞ ദിവസം ഒരാളെ നമ്മുടെ നടൻ നന്ദു സിംഗപ്പൂരിൽ നിന്ന് തന്നെ വിളിച്ചു. അവിടെ ചെന്നപ്പോൾ അവിടെ കണ്ട വാർത്തയാന്ന് പറഞ്ഞു. ഒരു മന്ത്രി, അവിടുത്തെ ഒരു മന്ത്രി അവധിക്ക് അപേക്ഷിക്കാതെ ടൂറിന് പോയി, തിരിച്ചു വന്നപ്പോൾ രാജിവെക്കാൻ പറഞ്ഞു. അല്ല, നമ്മൾ ഈ ഭൂഷ കുത്തക രാജ്യം എന്നൊക്കെ പറഞ്ഞ രാജ്യത്താണ് ഇത് വ്യവസ്ഥ ഉള്ളതെന്ന് ആദ്യം ആലോചിച്ച് നോക്കണം. എനിവേ, അപ്പോൾ അതുകൊണ്ട് അദാനിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യം ആഗോളതലത്തിൽ വളരുന്നതിന് ഭീഷണിയായി മാറാം. കാരണം ഹിൻഡർബർഗ് പറയുന്ന പോലെയല്ല. കാരണം അദാനിയുടെ ബിസിനസ് സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ചിരിക്കും. അവിടെയൊക്കെ അമേരിക്കയിൽ ഒരു ഇതുണ്ടായി കഴിഞ്ഞാൽ ഇനി അവർ ഇത് ബ്ലാക്ക് മാർക്കായിട്ട് കിടക്കും. ഈ ബിസിനസ് വിപുലീകരിക്കാൻ വേണ്ടി ഇത് തടസ്സമായി വരാം. കഴിഞ്ഞ ദിവസം നമ്മുടെ നെതന്യാഹുവിനെ ഇതുപോലെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചല്ലോ ലോക ക്രിമിനൽ കോടതി. അപ്പോൾ ബ്രിട്ടീഷ് സർക്കാരിനോട് കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് സെക്രട്ടറിയോട് ചോദിച്ചു, നിങ്ങൾ അദ്ദേഹം ബ്രിട്ടനിൽ വന്ന് അറസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ അതിനുള്ള മറുപടി, അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ കോടതി ഉത്തരവിട്ടാലും ബ്രിട്ടനിലെ നിയമം അനുസരിച്ച് മാത്രമേ ഇയാൾ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എങ്കിലും അറസ്റ്റ് ചെയ്യത്തില്ല എന്നാലും തീർത്ത് പറഞ്ഞില്ലെന്ന് തോന്നുന്നു. ഇല്ല, അറസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. അതായത് 124 രാജ്യങ്ങൾക്ക് ഒപ്പുവെച്ചിട്ടുണ്ട്. ഈ റോമിൽ നടന്ന അന്നത്തെ പണ്ടത്തെ ആ ഒരു മീറ്റിംഗിൽ ഒപ്പുവെച്ചാണ്. അതിൽ ബ്രിട്ടനുണ്ട്. ഇന്ത്യ അമേരിക്കയും ഇസ്രായേലും കൊടുത്ത് ഒപ്പിട്ടു. ഇസ്രായേലില്ല, ഇന്ത്യ അമേരിക്ക, ഖത്തർ, സൗദി ഒന്നും ഇല്ല. ഇല്ല, ഞാൻ ആലോചിക്കും സാർ, ഇന്ത്യ ഒപ്പിടാത്ത ഇങ്ങനത്തെ ഒരു സംഗതി ഇല്ല. ഇല്ല, എന്തെങ്കിലും ചർച്ച വേണമായിരിക്കും. അമേരിക്ക ഇട്ടിട്ടില്ല, ഇല്ല, ഇസ്രായേലില്ല. ട്രംപ് പറഞ്ഞത് ആ പരിപാടി വേണ്ട നോക്കുന്നില്ലേ, ഉപരോധപ്പെടുത്താൻ പോകണം. തീരുമാനിച്ചു ആദ്യ ഉപരോധം ഏത് കോടതി എന്നാണ്. നമുക്കൊരു വിഷയം കൂടെ സംസാരിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും ഒരു നടി, മഹതിയായ ഒരു നടി, അവരുടെ മഹത്തായ ആ മാനസികാവസ്ഥയിൽ നിന്ന് അവരെ പീഡിപ്പിച്ചവരെ മുഴുവൻ അവർ ക്ഷമിച്ചിരിക്കുന്നു. ആ മഹതിയോട് നമ്മൾ കടപ്പാടുള്ളവരായിരിക്കണം. ഞാൻ സത്യം പറഞ്ഞാൽ ശരിക്കും ഞാൻ ഈ നല്ല സിനിമ കണ്ടില്ല. ഇത് ആരാണെന്ന് എനിക്ക് ഈ വിവാദം വന്നപ്പോൾ മാത്രമാണ് മനസ്സിലാവുന്നത്. അല്ല, ആരും കണ്ടിട്ടില്ല. ഈ നടിയുടെ സിനിമ കണ്ടവരെ ആരെയും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ നടി അവകാശപ്പെടുന്നു ഇവര് 2-3 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നു. ആ സിനിമയിൽ അവർക്ക് എന്ത് റോളാണെന്നും ആർക്കും അറിയില്ല. ഞാൻ കുറേ നടന്മാരോട് ചോദിച്ചു, ഇവർക്ക് ആർക്കും സിനിമാക്കാർക്ക് പോലും അറിയില്ല, ആർക്കും അറിയത്തില്ല. അപ്പം ഈ നടിയുടെ ഒരു 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എനിക്ക് അവരോട് കലിപ്പ് തോന്നാൻ കാര്യം, അതായത് ഈ പീഡന പരാതികളിൽ പലതും വ്യാജമാണ് എന്ന് നമുക്കൊക്കെ തെളിവുണ്ട്. ഞാനതിന് ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടാൽ പരാതി എടുക്കണം. പക്ഷേ പീഡിപ്പിക്കൂ എന്ന് പറഞ്ഞൊരു പെണ്ണ് കള്ളപ്പരാതി കൊടുത്താൽ അവളെ അകത്തിടണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അത്തരം ഒരുപാട് പേര്, ഇപ്പോൾ നമ്മൾ പൊന്നാനി കേസ് കണ്ടല്ലോ, എത്ര കേസുകൾ. അപ്പോൾ ഇത്തരം ഒരുപാട് സംഭവങ്ങൾക്കിടയിൽ ഈ നടി ഹേമ കമ്മിറ്റി പോലും അവർ മൊഴി കൊടുത്തിട്ടില്ല. ഈ വിവാദം വന്നപ്പോഴാണ് എല്ലാം 2-3 പേര് സിദ്ദീഖിൻ്റെ കേസൊക്കെ വന്നപ്പോഴാണ് കുറേ പേര് പെട്ടെന്ന് ഇറങ്ങി വന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു നടി ഉണ്ടെന്ന് ജനം അറിയുന്നത് അങ്ങനെയാണല്ലോ. അപ്പോൾ ഇവർ ആ ഒരു ലക്ഷ്യത്തിന് ഞാൻ അതിനെ ഇത്രയും പുച്ഛിച്ച് തള്ളാൻ കാരണം ബാലേന്ദ്ര മേനോനെതിരെയുള്ള ആരോപണം കണ്ടിട്ടാണ്. ഇപ്പം ബാലേന്ദ്ര മേനോൻ പുണ്യാളനാണെന്നോ അല്ലെങ്കിൽ ആരെയും പീഡിപ്പിക്കുന്നത് പറയാൻ നമ്മളാരുമല്ല. പക്ഷേ ബാലേന്ദ്ര മേനോൻ പീഡിപ്പിച്ചു എന്ന് ഈ നടി പറഞ്ഞിരിക്കുന്ന ആ ഭാഗം വിശ്വസനീയമല്ല. അവർ പറയുന്നത് ബാലേന്ദ്ര മേനോനൻ അവരെ മുറിയിലേക്ക് വിളിക്കുന്നു, പീഡിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വിളിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ 2 സ്ത്രീകൾ നഗ്നരായി ബാലേന്ദ്രൻ്റെ മേനോന് മുറിയിലുണ്ട്, അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ 2 പേരെ റേപ്പ് ചെയ്തുകൊണ്ടിരിക്കുക മാറി. പരിസരത്ത് ആൾക്കാരുണ്ട്. പരിസരത്ത് ഈ സമയത്ത് സാക്ഷികളെന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ട്. അതായത് ബാലേന്ദ്ര മേനോൻ പലരെയും ഇരുത്തി കാഴ്ച കാണാൻ ഏർപ്പാടാക്കിയിട്ട് 2 നടിമാരെ ബലാത്സംഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവരോട് പറഞ്ഞു, ക്ഷീണമാ, പൊക്കോ, അടുത്ത ദിവസം വിളിക്കാമെന്ന്. എന്നിട്ട് അടുത്ത ദിവസം വിളിച്ചപ്പോൾ ഇവർ ചെന്നു. പിന്നെ ഇത് കണ്ടിട്ട് പോയ സ്ത്രീ പിന്നെയും ചെന്നിട്ട് ബാലേന്ദ്ര മേനോൻ അവരോട് പ്രകൃതി വിരുദ്ധ പീഡനമാണ് നടത്തിയത്. ഈ ഒരു
ആരോപണം, സമാനമായ ഒരു ആരോപണം ഞാൻ കേട്ടത്, ഞാൻ നേരത്തെ നമ്മളൊരു ലൂസ് ടോക്കിൽ സംസാരിച്ചു. ജോസ് കെ മാണി ഡൽഹിയിലെ സോളാർ നായികയുമായി ബന്ധപ്പെട്ടത് പബ്ലിക് ടോയ്ലറ്റ് വെച്ച് ബന്ധപ്പെട്ടതാണ്. 1000 സ്ഥലം ഒരു ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ അവർക്കണം. ഈ ആരോപണം ഉന്നയിക്കുന്ന പാർട്ടിക്കാർ പറയുന്നത് വീട്ടിൽ നോട്ടടിക്കുന്ന യന്ത്രം ഉണ്ടെന്നാണ്. പിന്നെ ഒരു എന്നിട്ടാണ് മകൻ എന്തൊരു മോശക്കാരനാണ് മാണി സാറ് ഈ നോട്ട്. ഇന്ന് ഞാനൊരു വാർത്ത, ഇംഗ്ലണ്ടിലെ ഒരാളുടെ വാർത്ത, നിങ്ങൾ കണ്ടില്ല, എൻ്റെ 13 വയസ്സുള്ളൊരു മകന്, 13 വയസ്സുള്ള ഒരു മകൻ, ആ മകനെ ഒരു വേശ്യയെ കൊണ്ട് കൊടുത്തു അപ്പൻ. അപ്പം മോനെ നീ ഇതൊക്കെ പരിശീലിച്ചോളാൻ പറഞ്ഞു. അപ്പം കാശ് കൊടുത്തു കൊണ്ടുവന്നാണ്. അപ്പം മകന് പേടി, അപ്പം മകന് കൊക്കയും കൊടുത്തു. എന്നിട്ട് കേസായി. ഇപ്പം അപ്പനകത്തായി, 4 വർഷം അകത്തായി. അങ്ങനത്തെ കാലത്താണ് മാണി സാറ് മകനോട് നീ പബ്ലിക് ടോയ്ലറ്റിൽ കൊണ്ട് ഉപയോഗിച്ചാൽ മതി എന്ന് പറയുന്നത്. ഇതേ രീതിയിലാണ് ഈ ബാലേന്ദ്രമേനോനെ കുറിച്ച് പരാതി പറയുന്നത്. അപ്പോൾ അത് എന്നിട്ട് ഇപ്പോൾ ഇവർ ബാലേന്ദ്രമേനോനെ കുറിച്ച് മാത്രമല്ല, ഇടവേള ബാബു, മുകേഷ്, ജയസൂര്യ, ഇവരിൽ പലരും, മണിയമ്പിള്ള രാജു, ഇവരിൽ പലരും അത്ര പുണ്യവാളന്മാരൊന്നുമല്ല. അപ്പം ഈ ജയസൂര്യയെ കുറിച്ച് ഒന്നിലധികം ആളുകൾ എന്നോട് സ്വന്തം അനുഭവം പറഞ്ഞിട്ടുണ്ട്. ജയസൂര്യ എന്നോട് പറഞ്ഞിട്ടുണ്ട്, വളരെ വളരെ പ്രശസ്തയായ ഒരു വ്യക്തി എന്നോട് പറഞ്ഞിട്ടുണ്ട് ജയസൂര്യയുടെ ഒരു ചെറിയ സമീപനങ്ങൾ. ഞാൻ പറഞ്ഞത് അതൊക്കെ ആയിക്കോട്ടെ, പീഡിപ്പിച്ചിട്ട് കേസും കൊടുത്തോട്ടെ, പക്ഷേ ഈ വഴിയെ പോകുന്ന എല്ലാവരെക്കുറിച്ചും പരാതി കൊണ്ട് കൊടുക്കുന്നു. എന്നിട്ടോ അവരെത്ര പേർക്കെതിരെ പരാതി അവർക്ക് പോലും അറിയത്തില്ല. സർക്കാർ സഹകരിക്കുന്നില്ല എന്നുള്ളതാണ്. സർക്കാർ സഹകരിക്കുന്നത്. അവർ സമൂഹം നന്നാകുന്നതിന് വേണ്ടി അവരിറങ്ങി പുറപ്പെട്ടിട്ട് സർക്കാരിൻ്റെ സഹായമില്ല എന്ന് പറഞ്ഞു. അവരെന്തൊക്കെയോ പറഞ്ഞു. ഞാൻ ഈ ഇനി ഒരു സ്ത്രീയും അഡ്ജസ്റ്റ്മെൻറ്റിന് വിധേയമാവരുതെന്ന് കരുതിയാണ് ഞാൻ രംഗത്തിറങ്ങിയ സർക്കാർ സഹായിക്കുന്നത്. ഇത് മാത്രമല്ല, അവർ ദിവസവും അവരെ പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയി കേസ് കൊടുത്തുകൊണ്ടിരിക്കാൻ തുടങ്ങി. എത്ര പേർക്കെതിരെ, ബീന ആന്റണിയെയും ഭർത്താവിനെയും സ്വാസികയ്ക്കെതിരെയൊക്കെ പറയുന്നത്. എന്താ അവർ ചെയ്യുന്നത്? എന്നിട്ട് ഇവരിപ്പോൾ കേസ് പിൻവലിച്ചു മടുത്തിട്ട്. എന്തായാലും കേസ് പിൻവലിക്കുന്ന ട്രാപ്പാണ്. കാരണം ഇവരൊക്കെ പീഡിപ്പിച്ചവരായി തന്നെ നിലനിൽക്കും. അവരുടെ ദയ കൊണ്ട് അവർ കേസ് പിൻവലിച്ചുകൊണ്ട് വെറുതെ മനസ്സിന്റെ വലുപ്പം കൊണ്ട് ഞാൻ മാറിയതാവും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ അതിലെ ഒരു പ്രാന്തൻ എനിക്കെതിരെ കൊണ്ടൊരു 15 ലക്ഷം രൂപ ഫേസ്ബുക്കിൽ കാശ് വെച്ചത്. അപ്പോൾ അതുകൊണ്ട് ക്വാഷ് ചെയ്യത്തില്ല എന്ന് പലരും ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെയ്യത്തില്ല. ഈ ക്വാഷ് ചെയ്താൽ ടെക്നിക്കൽ ഗ്രൗണ്ടിലായിരിക്കും ആ കേസ് ക്വാഷ് ചെയ്യുന്നത്. നമ്മളത് അന്വേഷിച്ചിട്ട് ഇത് നടന്നിട്ടില്ല എന്ന് കണ്ടെത്തട്ടെ. അന്വേഷിച്ച് കണ്ടെത്തില്ലാതെ കാഷ്യം കൊടുക്കുന്നതാണ് നല്ലത്. നമ്മൾ നിരപരാധിത്വം തെളിയിക്കണമല്ലോ ആദ്യം. അപ്പോൾ ഇവിടെയും ഈ നടന്മാർക്ക് നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരം, കാരണം അവരനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചു. പത്രത്തിൽ വാർത്ത വന്നു, പേര് ദോഷം വന്നു, കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായി. ഞാൻ പണ്ട് സൂചിപ്പിച്ചിട്ടില്ലേ, സോളാർ വിഷയ സമയത്ത് ഒരു മന്ത്രിയുടെ മകൻ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ ആത്മഹത്യ ചെയ്തതാണ്, കൂട്ടുകാരെ കളിയാക്കിയിട്ട്. പലരുടെയും ഭാര്യമാരൊക്കെ ഈ ജോലിയുള്ളവർ ബുദ്ധിമുട്ടിയെന്നാണ് പറയുന്നത്. അവർ ജോലി സ്ഥലത്തവരൊക്കെ പോകാൻ കഴിയാത്ത അവസ്ഥ വന്നു. അപ്പം ഈ ഒരു പശ്ചാത്തലത്തിൽ ഇവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു കാരണവശാലും ഇത് പിൻവലിക്കാൻ സമ്മതിക്കരുത്, കേസ് അന്വേഷിക്കണം. എന്നിട്ട് ഇവരുടെ കള്ളക്കേസാണെന്ന് കണ്ടെത്തിയിട്ട് ഈ കള്ളക്കേസ് കൊടുത്ത് നടപടിയെടുത്ത് ഇവരെ പിടിച്ച് അകത്തിടാനുള്ള സംവിധാനമാണ്. അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നില്ലെങ്കിൽ ഒരു കാര്യവുമില്ല. അത് മാത്രം ഇന്നത്തെ കാലത്ത് പുരുഷന്മാർ വളരെ പെട്ടുപോകും ഇത്തരത്തിൽ പരാതി കൊണ്ട് ഇറങ്ങുമ്പോഴേ. നമ്മൾ കാണുന്നില്ല ദിവസവും. ശ്രദ്ധിച്ചില്ലേ, തീർന്നു. സ്ത്രീകളുമായിട്ടുള്ള ഇടപെടൽ പോലെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട മറ്റൊന്നും ഇന്നത്തെ കാലത്ത് പുരുഷന്മാർക്കില്ല. എന്തായാലും നമ്മൾ ഈ 3 വിഷയങ്ങളെക്കുറിച്ചും ഏകദേശം ചുരുക്കി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ഇന്നത്തെ ഇതേ. നാളെയാണ് നമ്മൾ നാളെ കാത്തിരിക്കാം മനോഹരമായ ലൂസ് ടോക്കിന് വേണ്ടി. എന്ത് സംഭവിച്ചു, ആര് ജയിച്ചു, മുടിവെട്ടാനും താടി എടുക്കാനൊക്കെ ആളിനെ കൊണ്ട് നമ്മൾ വിളിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കാം. സരിൻ ജയിച്ചാൽ ഞാൻ പോയി മുടിയും വെട്ടി താടിയും വെട്ടിട്ട് വന്നിട്ട് ഞാൻ നാളെ ലൂസ് ടോക്ക് എടുക്കത്തുള്ളൂ. നന്ദി, നമസ്കാരം.